അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ. നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമ്മൾ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ഈ പൂച്ചേനെയൊക്കെ കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്, അതായത് KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് 1:30ക്കാണ് മൂന്നാറിലേക്കുള്ള ബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വണ്ടി വന്നപ്പോഴത്തേനും ഒരു 2:15 അടുത്തായിരുന്നു. അപ്പോൾ ആ പൂച്ചക്കുഞ്ഞിനെ ഞങ്ങൾ കണ്ടപ്പോഴത്തേനെ നല്ല രോമണിത്തൊക്കെ തോന്നി ഞങ്ങൾ ചുമ്മാ അതിനെ പിടിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിമാലി വഴി പോകണ നമ്മുടെ മൂന്നാർ ബസ്സായിരുന്നു. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം, ബസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ഏതൊക്കെ വഴിയെ കൂടിയാണ് ആ ചേട്ടൻ കൊണ്ടുപോയെന്നറിയാം. നല്ല പ്രായമുള്ളൊരു, നല്ല പ്രായം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അത്യാവശ്യം പ്രായമുള്ളൊരു പുള്ളിയായിരുന്നു കേട്ടോ നമ്മുടെ ബസ് ഓടിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അന്യായ സ്പീഡാണോ എന്ന് ചോദിച്ചാൽ സ്പീഡ് ഓൾറെഡി ഉണ്ട്. അതായത് സൂപ്പർ ഫാസ്റ്റിനാണല്ലോ പോകുന്നത്, അപ്പോൾ സ്പീഡ് ഉണ്ടായിരിക്കുമല്ലോ. സ്പീഡുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പോക്കായിരുന്നു കേട്ടോ നമുക്ക് KSRTCയിൽ ഉണ്ടായിരുന്നത്. അതായത് ആ മനുഷ്യൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഇങ്ങനെ നമ്മൾ ഓടിച്ചങ്ങ് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നത്. ഭയങ്കര ഒരു 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 ഒരിതായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ദൈവത്തെ നല്ലപോലെ വിളിച്ച് ഞങ്ങളുടെയൊക്കെ നടുക്കിരുത്തിയിട്ടാണ് ഞങ്ങൾ മൂന്നാർ വരെ എത്തിയത് കേട്ടോ. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ. അപ്പം മൂന്നാറിൻ്റെ ആ ഒരു 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 മനോഹാരിത, ആ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും ഒരു വീഡിയോസിലെങ്കിലും നമ്മൾ മൂന്നാറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ പോയപ്പോൾ നമ്മുടെ വണ്ടിയിൽ, അതായത് നമ്മുടെ KSRTC ബസ്സിൽ ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം അവരുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഭയങ്കര സൗണ്ട് എടുത്താണ് അവർ ആ വണ്ടിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്താ പറയണ്ടത്, ഞാൻ എന്താ ഈ അണയ്ക്കുന്നതെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഫുഡ് നല്ല കാര്യമായിട്ട് അടിച്ചിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു കിതപ്പ് നമുക്ക് വരുന്നതാണേ. അപ്പം എന്താ ഇനി പറയുക, തേയിലത്തോട്ടങ്ങൾ എപ്പോഴും ഒരു മനസ്സിന് കുളിർമ തരുന്ന ഒരു സംഭവമാണല്ലേ. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ KSRTCയുടെ സൈഡ് സീറ്റിൽ ഇരുന്നുകൊണ്ടുള്ള ഈ പോക്കും. ഞങ്ങൾ KSRTC ബസ്സിൽ യാത്ര തിരിക്കാം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ KSRTC ബുക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സമയമെല്ലാം കഴിഞ്ഞു പോയതുകൊണ്ട് പിന്നെ 1:30ക്കത്തെ ആ വണ്ടിക്ക് നമ്മൾ പോരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 2-ാം തീയതി ഉച്ചയ്ക്കാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ 6 മണിയായപ്പോഴത്തേനും മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൂന്നാറിൽ നമുക്ക് 4 സീസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി റൂമായിരുന്നു. മൂന്നാർ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടേത് തന്നെ തപ്പി പിടിച്ച് പോകണം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു തന്നത്, അതായത് നമ്മുടെ ഡേ 1 നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ഡേ 1 പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ റൂമിൽ വന്ന് ജസ്റ്റ് ഇരുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ ഇങ്ങോട്ട് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ KSRTC സ്റ്റാൻഡാണ് മൂന്നാറിലുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.